ആകാശത്തെ കൂടെ ഇറങ്ങി ഓടി ഞങ്ങൾ. കണ്ടില്ലേ, ആ കുഞ്ഞ് പറയുന്നത് കേട്ടില്ല. അമ്മ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ടോർച്ച് കൊണ്ട് ഞങ്ങളുടെ തലക്കടിച്ചു എന്ന്. ഇവരുടെ വീട്ടിലൊരു അച്ഛനുണ്ട്, ഒരു കഴിവില്ലാത്തൊരു കിഴങ്ങൻ. എടാ, നിനക്ക് നാണമുണ്ടോ? മക്കൾ ഇത്രയും വിഷമോടെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു ചെറു വിരൽ പോലും അനക്കാത്ത ആ അച്ഛനെയും നമ്മൾ അവിടെ കണ്ടതാണ്. ഒരു നാണവുമില്ലാത്തൊരു വർഗം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ വീട്ടിൽ വേണ്ടേ? ഇവളുടെ അമ്മ പറയുന്നുണ്ട് അവൾക്ക് മാനസിക നിലയിലൊന്നും ഒരു പ്രശ്നമില്ല, അവൾ ഓക്കെയാണ്, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് അറിയില്ല എന്ന്. ഇവർ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ഇന്നും ജീവനോട് ഉണ്ടായിരിക്കണമായിരുന്നു. ആ കുഞ്ഞിനെ പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്ത് എറിയുമ്പോൾ അവളുടെ മാനസിക നില എന്തായിരുന്നു? അല്ലെങ്കിൽ ആ കുഞ്ഞിന് ആ സമയത്ത് അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കും? തൻ്റെ അമ്മ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ അമ്മ ഈ രീതിയിൽ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന ആ കുഞ്ഞിനെ ആ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്ത് എറിയുമ്പോൾ ആ കുഞ്ഞ് അവിടെ അനുഭവിച്ചിരുന്ന വേദന എത്രത്തോളമായിരിക്കും? ജീവനോടെ വെള്ളം മൂക്കിലും വായിലും എല്ലാം കയറി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ, ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാതെ